തളപതി വിജയ് നായകനായി വെങ്കട്ട് പ്രഭുവിൻ്റെ സംവിധാനത്തിൽ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിൽ AGSൻ്റെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ഗോട്ട് അഥവാ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അപ്പോൾ ആ ചിത്രം തിയേറ്ററിലൂടെ റിലീസായി, അതിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ഇട്ടു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ആ ചിത്രവുമായി ബന്ധപ്പെട്ട ചിത്രത്തിൽ എന്താണ് മെയിൻ കഥ എന്നുള്ളതും ആ കഥയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ചിത്രത്തിൽ വന്ന പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് ഹിഡൻ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളുമൊക്കെ ആ ചിത്രത്തിന് പിന്നിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ റീവിസിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ഈ ചിത്രത്തെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ഈ സിനിമ. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ കുറച്ചെന്തെങ്കിലും ഒന്ന് പറയാനുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഈ ചിത്രത്തിൽ ഒന്നുമില്ല, ഞങ്ങൾ ഉദ്ദേശിച്ചതല്ലേ വന്നത് എന്ന് പറഞ്ഞ പലരും ഉണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ് ഈ വീഡിയോ. ചിത്രം ഓൾറെഡി കണ്ടിട്ടുള്ളവർ മാത്രം മുമ്പോട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ ഈ ചിത്രം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളവരും ഈ വീഡിയോ കാണണമെന്നില്ല. എന്നാൽ ഈ ചിത്രം കുറച്ചൊക്കെ എവിടേക്കോ കണക്റ്റായി, എന്നാൽ എവിടേക്കോ മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുള്ളവർ തുടർന്ന് വീഡിയോ കണ്ടു നോക്കുക. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സിനിമയുടെ കഥ ഞാൻ വളരെ ചുരുക്കി ഞാൻ പറയാൻ ശ്രമിക്കാം. സാറ്റ്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ ആൻറ്റി ടെററിസം സ്ക്വാഡ് എന്ന് പറയുന്ന ടീമിലാണ്, റോയ്ക്ക് കീഴിലുള്ള ഒരു ടീമാണിത്. ആ ടീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വിജയ്, പ്രശാന്ത്, പ്രഭുദേവ, അതുപോലെ തന്നെ അജ്മൽ, ജയറാമേട്ടൻ തുടങ്ങിയ ആൾക്കാരെല്ലാം. അപ്പോൾ ഇവർ ഒരു മിഷനിലേക്ക് പോവുകയാണ്. ഒരു കെനിയയിൽ ഒരു ട്രെയിനിൻ്റെ അകത്ത് ഉമർ എന്ന് പറയുന്ന ടെററിസ്റ്റ് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ യുറേനിയം എന്ന് പറയുന്ന ഒരു സാധനം ഇരിപ്പുണ്ട്. യുറേനിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റം ബോംബിന് സമമായിട്ടുള്ള എക്സ്പ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കെമിക്കലാണ്. യുറേനിയം 235 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് മോഷ്ടിക്കാനും കൂടിയാണ് ഇവർ പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിൻ്റെ ഉള്ളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ടെററിസ്റ്റ് ആയിട്ടുള്ള രാജീവ് മേനോൻ എന്ന് പറയുന്ന ആൾ ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും, അവനെ പിടിക്കാൻ പോകുന്ന സമയത്ത് അത് നടക്കാതെ വരികയും ട്രെയിൻ മുഴുവൻ ബ്ലാസ്റ്റായി അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് വരികയും ചെയ്യുന്നതാണ് സിനിമയുടെ തുടക്കം തന്നെ. അപ്പം ആ ട്രെയിൻ അപകടത്തിൽ രാജീവ് മേനോൻ എന്ന് പറയുന്ന തീവ്രവാദി മരിച്ചു എന്നുള്ള ന്യൂസിലാണ് പരക്കുന്നത്. വിജയുടെ ഭാര്യയായിട്ട് ഇതിനകത്ത് വരുന്നത് സ്നേഹയാണ്. സ്നേഹയ്ക്കും വിജയ്ക്കും ഒരു കുട്ടിയാണുള്ളത്, ജീവൻ എന്നാണ് അവൻ്റെ പേര്. ഓർത്ത് കൊടുക്കുക, ജീവൻ. അപ്പം ഇവരുടെ ഫാമിലി ലൈഫൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ വിജയ്ക്ക് ഒരു മിഷൻ ചെയ്യാൻ വേണ്ടി തായ്ലൻഡിലേക്ക് പോകേണ്ടി വരുന്നു. ആ സമയത്ത് ഫാമിലിനെ കൂട്ടിക്കൊണ്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അവിടെ ചെന്ന് മിഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് നടക്കുകയും ആ ഇൻസിഡൻറ്റ് ഓൾറെഡി സ്നേഹ ഗർഭിണിയാണ്, രണ്ടാമത്തത്. അപ്പോൾ ആ ഡെലിവറിക്കുള്ള ഒരു പെയിനും കാര്യങ്ങളെല്ലാം വന്ന് ഹോസ്പിറ്റലിലേക്ക് ആകുന്ന സമയത്ത് തന്നെ മൂത്ത മകനായ ജീവനെ കാണാതാവുകയും അത് വിജയ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ജീവൻ മരിച്ചുപോയി, ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി എന്നറിയുകയും ചെയ്ത് ആ സമയത്ത് തന്നെ വിജയ്ക്ക് രണ്ടാമത്തെ കുട്ടി ജനിക്കുകയാണ്. ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നത്. ഇത്രയും നാളത്തെ കഥ നടക്കുന്നത് 2008 കാലഘട്ടത്തിലാണ്. ഇനി പ്രസൻറ്റിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും വിജയും വിജയുടെ ഭാര്യയും രണ്ട് സ്ഥലത്താണ് ജീവിക്കുന്നത്. തമ്മിൽ മിണ്ടുന്നില്ല. കാരണം 5 വയസ്സായ മകനെ ജീവനെ സംരക്ഷിക്കാൻ പറ്റാതെ പോയതിൻ്റെ ഒരു ദേഷ്യം കൊണ്ട് ഇവർ രണ്ടുപേരും പിണക്കത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ കഥ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയ് തൻ്റെ ഏജൻറ്റ് ജീവിതമെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മോസ്കോയിൽ ഒരു പുതിയ എംബസി, ഇന്ത്യൻ എംബസി തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അതിലത്തെ പിള്ളേരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി വിജയ് ചെല്ലണം എന്ന് പറയുകയും അങ്ങനെ വിജയ് അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു വരുന്ന സമയത്ത് അവിടെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് അവിടെ ഒരു ഫൈറ്റ് സീൻ നടക്കുന്ന സമയത്താണ് ഒരു ട്വിസ്റ്റ് റിവീൽ ആകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ വിജയുടെ മകൻ ജീവനോടെയുണ്ട് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുന്നത്. അതാണ് നമ്മുടെ യങ്ങർ വിജയായിട്ട് കാണിക്കുന്നത്, ഇളയ തളപതി വിജയായിട്ട് കാണിക്കുന്ന വിജയ്. ഇപ്പം ഒരുപാട് ട്രോളുകൾ നേരിട്ടു, എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ക്യാരക്ടറുമായിട്ടുള്ള അദ്ദേഹത്തെ കാണിക്കുന്നത്. തുടർന്ന് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുന്നു, അവിടെ ഒരു ഫൈറ്റ് സീൻ നടക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അതെല്ലാം പറഞ്ഞ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. നാട്ടിൽ വന്ന് അമ്മയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് ജയറാമിന്, ഇവരുടെ ചീഫായിട്ടുള്ള ജയറാമിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അത് വിജയോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് മെട്രോയിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്. ആ മെട്രോയിൽ വെച്ച ഫൈറ്റിൽ വെച്ച് ഒരു അജ്ഞാതനായിട്ട് ഒരാൾ, ഹെൽമെറ്റൊക്കെ ഇട്ട് ഒരു മാസ്ക് ഒക്കെ ഇട്ട് വന്ന ഒരാൾ ജയറാമേട്ടനെ കൊല്ലുന്നത്. ജയറാമേട്ടനെ കൊന്ന ആരാണ് എന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ഇൻട്രോവൽ പഞ്ചോടുകൂടി അത് റിവീലാകുന്നത്. മകനായിട്ട് വന്ന ജീവനാണ് ആ ജയറാമേട്ടനെ കൊന്നതെന്നുള്ള സത്യം. അങ്ങനെ തളപതി വിസസ് ഇളയ തളപതി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോടുകൂടി ഇന്റർവൽ പഞ്ചോടുകൂടി നിർത്തുകയാണ്. അങ്ങനെ ഇന്റർവൽ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ വിജയ് തൻ്റെ സ്ക്വാഡിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. കാരണം സ്വന്തം കൂട്ടുകാരനെ, തൻ്റെ ബോസിനെ തന്നെ കൺമുൻപിൽ വെച്ച് കൊന്ന വില്ലനെ പിടിക്കണം എന്നുള്ളൊരു വാശി കൊണ്ട് തന്നെ അദ്ദേഹം സ്ക്വാഡിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്ന് പറയുന്നു. പിന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ആയിരിക്കും ഇനി മുമ്പോട്ട് പോകാൻ പോകുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഏകദേശം മുമ്പോട്ട് പോകുന്നത്. വിജയ്, ഇളയ തളപതിയായിട്ടുള്ള വിജയ് ഒരു ഫോൺ വരികയാണ്, ഡാഡ് എന്ന് പറയുന്ന ഫോൺ വരികയാണ്. ഫോൺ എടുത്തു കഴിയുമ്പോൾ ആരാണ്, വീണ്ടും ഒരു ട്വിസ്റ്റ്,
രാജീവ് മേനോൻ, പണ്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞിരുന്ന രാജീവ് മേനോൻ ദാ ഇവിടെ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ഫ്ലാഷ് ബാക്ക് സീൻസ് കാണിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അന്ന് ട്രെയിൻ അപകടത്തിൽ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല, അദ്ദേഹത്തിൻ്റെ ഫാമിലി അതിനകത്തുണ്ടായിരുന്നു. ആ ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു സഞ്ജയ് എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടി അവിടെ മരിച്ചു പോവുകയാണ്. അപ്പം ഈ പിള്ളേരെ കൊന്നതിൻ്റെ, തൻ്റെ ഫാമിലിയെ ഇല്ലാണ്ടാക്കിയതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി തായ്ലൻഡിൽ വെച്ച് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നതും ഈ രാജീവ് മേനോനാണ്. അങ്ങനെ തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ ഒരു അനാഥാലയത്തിൽ കൊണ്ടുവിട്ട് അവിടെ ആ കൊച്ചിനെ മാക്സിമം ടോർച്ചറുകൾ കൊടുത്ത് ആ കുട്ടിയെ സേവ് ചെയ്ത് ഇയാളുടെ വരുതിയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അത് സക്സസ്ഫുള്ളി ചെയ്ത് കുട്ടിയെ വളർത്തി ഒരു വലിയൊരു ഗ്യാങ്സ്റ്ററാക്കി തന്നെ മാറ്റി. തൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിലേക്ക് ആ കുട്ടിയെ മാറ്റിക്കൊണ്ട് ഒരു വലിയ ഗ്യാങ്സ്റ്ററാക്കി മാറ്റുകയും തുടർന്ന് ഒരു പ്രായത്തിലെത്തി കഴിയുമ്പോൾ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പഴയകാല വിജയിനെ, ഒരു വിജയനെ കാണിക്കുന്ന ആ ഒരു സെക്ഷനാണ് ഞാനീ പറയുന്നത്. നമ്മുടെ ഫാമിലി മൊത്തം കന്നത് നിൻ്റെ സ്വന്തം അച്ഛനാണ് എന്നുള്ള കാര്യം കുട്ടിയോട് പറയും. അപ്പോൾ ആ കുട്ടിക്ക് ഒരു ഇമോഷൻസും ഇല്ലാതെ MS ഗാന്ധി എന്ന സ്വന്തം അച്ഛനെ കൊന്നുകളയാമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു പ്രസന്റ് കാലഘട്ടത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ജയറാമേട്ടൻ എന്ത് ഇൻഫർമേഷനാണ് വിജയ്ക്ക് കൺവേ ചെയ്യാൻ ശ്രമിച്ചതെന്ന് അന്വേഷിക്കാൻ വേണ്ടി കുറേ അന്വേഷണങ്ങളും കാര്യങ്ങളെല്ലാം നടത്തി, കുറച്ച് ഓട്ടപ്പാച്ചിലും എല്ലാം നടത്തിയതിന് ശേഷം അതിൻ്റെ ഒരു എൻഡായിട്ട് അജ്മലിനെ ഇളയ ദളപതി കൊല്ലുകയാണ്. അങ്ങനെ വിജയ് മനസ്സിലാക്കുകയാണ് സ്വന്തം മകനായ ജീവൻ തന്നെയാണ് ഇത്രയും ക്രൈംസും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അവനെ പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുമ്പോട്ട് വന്ന് കുറച്ച് ഡ്രാമയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ടുവേർഡ്സ് ക്ലൈമാക്സിലേക്ക് വരികയാണ്. സ്റ്റേഡിയത്തിൽ പലയിടത്തായിട്ട് ഒരുപാട് ബോംബുകളും കാര്യങ്ങളെല്ലാം വെച്ച് അവിടെ ബ്ലാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിനായിട്ട് ഉദ്ദേശം. അപ്പോൾ അവിടേക്ക് അറ്റ് ലാസ്റ്റ് വിജയ് തൻ്റെ മകനായിട്ടുള്ള ജീവനെ വെടിവെച്ച് കൊന്നതിന് ശേഷം സിനിമ തീരുകയാണ്. സിനിമ തീർന്നതിന് ശേഷം ഒരു ചെറിയ പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. ആ സീനിൽ ഒരു വിജയനെ കാണിക്കും, പിന്നെ ഒരു വിജയനെ കാണിക്കും, പിന്നെ മൂന്നാമതൊരു വിജയനെ കാണിക്കും. ഇത് അടുത്ത പാർട്ടിനുള്ള ഒരു ലീഡാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു നിർത്തി സിനിമ അവസാനിക്കുകയാണ്. ഇതാണ് ഓവറോൾ സിനിമ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സാധനങ്ങൾ ഇൻസിഡൻറ്റുകളുണ്ട്. അതൊന്നും ഞാൻ തികച്ച് ഞാൻ പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ടാണ് അതെല്ലാം പറയാൻ തരുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ മൊത്തം കഥ. അപ്പം ഇതാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ച കഥയും. എന്നാൽ ഇത് റീവിസിറ്റ് ചെയ്തപ്പോൾ രണ്ടാമത് ഞാനിത് തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം എനിക്ക് ഈ അഭിപ്രായം മാറി. ഒരുപാട് ലെയറുകളും ഒരുപാട് ഹിഡൻ ഡീറ്റെയിലുകളും ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റുകളും ഉള്ള ഒരു സിനിമ തന്നെയാണ് ഗോട്ട് എന്ന് പറയുന്നത്. എനിക്കങ്ങനെ ആണ് ഫീൽ ചെയ്തത്. കാരണം രണ്ടാമത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അത്രയും ഡീറ്റെയിലിങ് അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാജീവ് മേനോൻ എന്ന് പറയുന്ന ടെററിസ്റ്റ്, അദ്ദേഹത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഈ സിനിമ മൊത്തം കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകൻ എന്നുള്ളതിൽ അവർക്ക് മനസ്സിലായിട്ടുള്ളത് ഇയാളൊരു ടെററിസ്റ്റാണ് എന്ന് മാത്രമാണ്. എന്നാൽ അല്ല. ഒന്നാമത്തെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങുന്ന ഫസ്റ്റ് ഷോട്ടിൽ തന്നെ രാജീവ് മേനോൻ ഈ സാറ്റ്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ ആൻറ്റി ടെററിസം സ്ക്വാഡ് എന്ന് പറയുന്ന ആ ടീമിൻ്റെ ഒരു മെമ്പറായിരുന്നു, ഒരു ബോസ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ. രാജീവ് മേനോൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്തിരുന്നു എന്നുള്ളതും അദ്ദേഹം ഒരു ടെററിസ്റ്റ് ആണെന്നും കണ്ടുപിടിച്ചു കൊടുക്കുന്നത് ആ ടീമിലുണ്ടായിരുന്ന MS ഗാന്ധി എന്ന് പറയുന്ന വിജയ് തന്നെയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയോട് ഓൾറെഡി അദ്ദേഹത്തിന് ഒരു പകയും കാര്യങ്ങളെല്ലാം ഉണ്ട്. സിനിമ തുടങ്ങുന്ന ഫസ്റ്റ് ആ ട്രെയിൻ, ഞാൻ പറഞ്ഞല്ലോ കെനിയയിൽ ഒരു ട്രെയിൻ സീക്വൻസിൽ തന്നെ ഫസ്റ്റ് വിജയനെ കാണിക്കുന്നത് ക്യാപ്റ്റൻ വിജയകാന്തിൻ്റെ വേഷത്തിലാണ്. നമ്മുടെ മൺമറഞ്ഞു പോയ വിജയകാന്തിൻ്റെ വേഷത്തിലാണ് കാണിക്കുന്നത്. അങ്ങനെ കാണുമ്പോൾ തന്നെ രാജീവ് മേനോൻ വന്നിട്ട് പറയുന്നുണ്ട് ഇയാൾ ഫേക്കാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെൽക്കം ടു ബോട്ട് ഗാന്ധി, നിറയെ പേര് ഗാന്ധി വേഷം പോട്ട് പാത്രക്കെ ആണ്, ഗാന്ധിയെ വേഷം പോട്ട് പാത്തതില്ലേ എന്ന് പറയുന്ന ആ ഡയലോഗെല്ലാം പറയുന്നത് ആ സമയത്താണ്. ട്രെയിലർ ഡയലോഗുണ്ട്. അപ്പം വിജയന് അത്ര സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ ടീമിൽ വർക്ക് ചെയ്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ എബിലിറ്റി എന്താണെന്ന് ഈ ബോസ് ആയിട്ടുള്ള പുള്ളിക്ക് അറിയാവുന്നത് കൊണ്ടുമാണ് അത്രയും പെട്ടെന്ന് അതിനെ ക്യാച്ച് ചെയ്യുന്നത്. തുടർന്ന് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഈ രാജീവ് മേനോൻ മരിച്ചിട്ടില്ല എന്നറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് വിജയ്. ആ സമയത്ത് തന്നെ വിജയ് പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ എക്സ് ബോസ് ആയിരുന്നു എന്ന്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഇതേ എക്സ് ബോസ് ആണെന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് തരുന്നത്. അല്ലാതെ സിനിമയുടെ തുടക്കത്തിലോ ഇടയ്ക്ക് വശത്തോ ഒന്നും ഇതിനെപ്പറ്റി പരാമർശിക്കുന്നില്ല. കാരണം ഇത് ഒരു സ്പൂൺ ഫീഡിങ് രീതിയിലല്ല ഇതിനെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വായിച്ചെടുക്കാനും അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാനും ചെറിയ ചെറിയ ഹിൻറ്റുകൾ തന്നിട്ടാണ് ഇത് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടീമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പ്രഭുദേവ അടക്കമുള്ള ആൾക്കാർ. അപ്പം ഈ സിനിമയുടെ ഇടയ്ക്ക് പ്രഭുദേവ ഒരു ചതിയനായി മാറുന്ന ഒരു സീനുകളും ഉണ്ട്. അപ്പം ചതിയൻ എന്തുകൊണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള ഒരു ഡീലിങ്സ്, ഇവർ തമ്മിലുള്ളൊരു ഒരു കൂട്ടെന്ന് പറയുന്ന ഒരു വേറൊരു രീതി ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഒരു ടെററിസ്റ്റായിട്ട് പിടിച്ചതിന് ശേഷവും പ്രഭുദേവ അവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ പ്രഭുദേവയുടെ കേസ് ഇട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഭുദേവനെ റിവീൽ ആകുന്ന സമയത്ത് ആദ്യത്തെ വാച്ചിങ്ങിൽ നമ്മൾ ഞെട്ടിപ്പോയിരുന്നു. അപ്പം സാധാരണ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ സെക്കൻഡ് വാച്ചിൽ പല സ്ഥലങ്ങളിലും സിനിമ തുടങ്ങി തീരുന്നവരെ പ്രഭുദേവൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്ക് ആ ഒരു ഡീറ്റെയിലിങ്ങിന് അദ്ദേഹം കള്ളനാണെന്നുള്ളത് ആദ്യം മുതൽ അവസാനം വരെ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് അതിനെ ഷൂട്ട് ചെയ്ത് വരെ വെച്ചിരിക്കുന്നത്. ആ ഡയറക്ടറിന് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അതിനെ എഴുതപ്പെട്ടതും അതിനെ ഷൂട്ട് ചെയ്തതും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. രണ്ടാമത് നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് അതുപോലെ മനസ്സിലാവും ഇത്രയ്ക്ക് ഒരു കള്ളത്തരം അതിന്റെ പുറകിലൊക്കെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് റീവിസിറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ രാജീവ് മേനോൻ എന്ന് പറയുന്ന വില്ലന്റെ ഒരു പക എന്ന് പറയുന്നത് തന്റെ ഫാമിലി മരിച്ചതിന്റെ ഒരു പക മാത്രമല്ല ഗാന്ധിയോടുള്ളത്. താനൊരു ടെററിസ്റ്റ് ആണെന്ന് ഈ ലോകത്തെ മൊത്തം അറിയിക്കുകയും ചെയ്തത് ഗാന്ധിയാണ്. അപ്പൊ അങ്ങനെയും ഒരു പകയുണ്ട്. അപ്പൊ അതെല്ലാം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ സ്വന്തം വിജയുടെ മകനെ മോഷ്ടിച്ചെടുക്കുന്നതും തുടർന്ന് അവൻ സ്വന്തം മകനായിട്ട് വളർത്തുന്നതും അവനെ ഒരു വില്ലനാക്കി മാറ്റുന്ന ഒരു ഒറിജിനൽ ഗ്യാങ്സ്റ്റർ ആക്കി മാറ്റുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി ഇതിന് കുറച്ച് ബാലൻസ് കൂടി ഉണ്ട്. അത് ഞാൻ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇതിനെ ഞാൻ ഫില്ല് ചെയ്ത് പറഞ്ഞുതരാം. ഇനി ഇളയ ദളപതിയുടെ കാര്യം പറയാം. ജീവൻ എന്ന് പറയുന്ന കഥാപാത്രവും സഞ്ജയ് എന്ന കഥാപാത്രവുമായിട്ട് വന്ന രണ്ടു പേരിൽ അറിയപ്പെട്ട ഇളയ ദളപതിയുടെ പെർഫോമൻസിനെ പറ്റിയും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ പറ്റിയും ഞാൻ പറയാം. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സിനിമ തുടങ്ങി ആ ഒരു സെക്കൻഡ് ഹാഫ് ഒരു പകുതിയായി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് രണ്ട് കഥാപാത്രമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, രണ്ടും ചെയ്തിരിക്കുന്ന വിജയ് തന്നെയാണ്, എന്നാൽ ഇത് രണ്ട് പേരാണ് ചെയ്തിരിക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇതിനെ എഴുതപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ശരിക്കും ആ ഒരു ക്യാരക്ടറിനെ ഇപ്പം എല്ലാവരും പുകഴ്ത്തി പറയുന്നത്. കാരണം അത്രയും ക്രിമിനൽ മൈൻഡായിട്ടുള്ള, അത്രയും ക്രൂരനായിട്ടുള്ള ഒരു വില്ലനിസമാണ് ഇളയ ദളപതി ഇതിൻ്റെ അത് ചെയ്തിരിക്കുന്നത്. ജീവൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് അത് വളരെ മികച്ച രീതിയിൽ അദ്ദേഹം സൗണ്ട് മോഡുലേഷൻ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആക്ടിങ് രീതി കൊണ്ടും അതുകൊണ്ട് തന്നെ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ട് തന്നെ അതിനെ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ആ ബോഡി ലാംഗ്വേജിൻ്റെയും ആക്ടിങ്ങിൻ്റെയും സൗണ്ടിൻ്റെയും കാര്യം ഞാൻ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന്. ഇതെല്ലാം നോട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്ത് ഞാൻ പറയുന്നത്. വളരെ മികച്ച രീതിയിൽ അതിനെ എഴുതപ്പെടുകയും അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ക്യാരക്ടറിനെ ആദ്യം ഒരു പാവത്താനിൽ നിന്നും പയ്യെ മെല്ലെ ക്രൂരൻ അങ്ങനെ അൾട്ടിമേറ്റ് ക്രൂരനായിട്ട് ഇതിൻ്റെ അത് കാണിച്ചു തരുന്നുണ്ട്. സൂപ്പറായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് അതിനെ ഡെലിവറി ചെയ്യാനും തളപതി വിജയ്ക്ക് പറ്റിയിട്ടുണ്ട്. അതിനൊന്ന് കൈയിടും. ഇനി ഈ സിനിമയിൽ ആസ് എ ഫാൻ എനിക്കൊരു കുറച്ച് പോയിന്റ്സുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ സെലിബ്രേഷൻ സിനിമയാണ്. അത് ഓൾറെഡി വെങ്കട് പ്രഭു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ഇത് തളപതി വിജയുടെ സെലിബ്രേഷനാണ്. കാരണം ഇനി ഒരു സിനിമ കൂടി കഴിഞ്ഞാൽ അദ്ദേഹം സിനിമാ ലോകത്ത് നിന്ന് വിട വാങ്ങാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു സെക്കൻഡ് ലാസ്റ്റ് ഫിലിം, ഒരു ഫെയർവെൽ ഫിലിം എന്നുള്ള രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് അവർ. അതുകൊണ്ട് തന്നെ മാക്സിമം റഫറൻസുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്നും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിലുമാണ് ഈ സിനിമയെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഓൾറെഡി വെങ്കട് പ്രഭുവിൻ്റെ സിനിമകളിലെല്ലാം ഒരു ചെറിയ റെഫറൻസുകളൊക്കെ വന്നു പോകാറുണ്ട്. എന്നാൽ ഈ സിനിമയിൽ അൾട്ടിമേറ്റ് ആയിട്ടാണ് ഈ റെഫറൻസുകൾ കൊടുത്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫെയർവെല്ലാണ് ഇനി. അപ്പം എല്ലാ നടന്മാരെയും എല്ലാ ആൾക്കാരെയും ഒന്ന് ഹായ് പറഞ്ഞിട്ട് പോവുക എന്നുള്ള രീതിയിലാണ് ഇതിനെ ശരിക്കും പറഞ്ഞാൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സെറ്റിംഗ് സൂപ്പറായിട്ടുണ്ടായിരുന്നു. രജനീകാന്തിന് വേണ്ടി പടയപ്പയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കമലഹാസന് വേണ്ടി നമ്മുടെ ഗുണയ്ക്കകത്തെ മനിതൻ ഉണർന്നുകൊള്ള ഇത് മനിതക്കാരല്ലേ എന്ന് പറയുന്ന സാധനം, അതുപോലെ തന്നെ സൂര്യയ്ക്ക് വേണ്ടി കങ്കുവയിലെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് സിനിമയിൽ. അതുപോലെ തന്നെ നമ്മുടെ തല അജിത്തിന് വേണ്ടി മങ്കാത്തയിലെ ട്യൂണ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തലയുടെ ഒരു റെഫറൻസ് കൊടുക്കുക. അതുകൂടാതെ തന്നെ നമ്മുടെ ശിവകാർത്തികേയൻ ഗസ്റ്റ് റോളിൽ വരിക, തൃഷ ഗസ്റ്റ് റോളിൽ വരിക. തുടർന്ന് MS ധോണിയെ സിനിമയിൽ കാണിക്കുക, രോഹിത് ശർമ്മനെ കാണിക്കുക, വിരാട് കോഹ്ലിനെ കാണിക്കുക. പിന്നീട് ആരാ SP ബാലസുബ്രഹ്മണ്യത്തിനെ പറ്റി സംസാരിക്കുക, വാലിയുടെ പാട്ടുകളെ കുറിച്ച് പറയുക, ഇളയരാജയുടെ പാട്ടുകളെ കുറിച്ച് പറയുക. അങ്ങനെ തുടങ്ങി വിജയുടെ തന്നെ സിനിമകളിലെ പല സിനിമകൾ എന്ന് വെച്ചാൽ ഐ തിങ്ക് ഫസ്റ്റ് ഫിലിം തൊട്ട് ലാസ്റ്റ് ഫിലിം വരെയുള്ള പുള്ളിയുടെ ഐക്കോണിക് സാധനങ്ങളെല്ലാം ഈ സിനിമയിൽ അവിടെ ഇവിടെ ആയിട്ട് പറയേണ്ടത്. പുള്ളിയായിട്ട് പറയുന്നില്ല, ഡയലോഗ് അടക്കം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഫാൻസിനും അദ്ദേഹത്തിനും കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കൂടാതെ ശിവകാർത്തികൻ വരുന്ന സീനിൽ ശിവകാർത്തിൻ്റെ കയ്യിലേക്ക് ഒരു തോക്ക് വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, തുപ്പാക്കിയെ പുടുങ്ങിയ ശിവ, ഈ ഗ്രൗണ്ടിൽ 1000 പേരുണ്ട്, അവരെല്ലാം രക്ഷപ്പെടുത്തേണ്ടത് നിന്റെ കയ്യിലാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശിവകാർത്തികൻ തിരിച്ച് റിപ്ലൈ പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനേക്കാളും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് പോകുന്നത്, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന്. അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമാ ലോകത്ത് നിന്ന് ഞാൻ പോവുകയാണ്, നീ ഇനി ഹാൻഡിൽ ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് ശിവകാർത്തികൻ്റെ കയ്യിൽ കൊടുക്കുകയും
ശിവകാർത്തികേയൻ അതിന് മറുപടിയായിട്ട് ഇതിനേക്കാളും സിനിമയെക്കാളും വലിയൊരു കാര്യമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ പോകണമെന്ന് എനിക്കറിയാം. അപ്പം ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അതാണ് ചെയ്യാനുള്ളത്. അപ്പം അത് നിങ്ങൾ ചെയ്യൂ, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, സിനിമ ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് തന്നെ. കാരണം ഓപ്പൺലി സ്പീക്കിംഗ് ശിവകാർത്തികേയൻ ഒരു സ്റ്റാർ മെറ്റീരിയലാണ്. അത് അല്ല എന്ന് എത്ര പേര് പറഞ്ഞാലും ഒരിക്കലും സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു സ്റ്റാർഡം ഉണ്ടായി വരുന്നുണ്ട്. അത് ഇനി വരാൻ പോകുന്ന 2-3 സിനിമകൾ കൂടി തന്നെ നിങ്ങളെല്ലാവരും തിരിച്ചറിയാൻ പോകണം. കാരണം അദ്ദേഹം ഒരു സ്റ്റാർ മെറ്റീരിയലാണ്. അപ്പോൾ അടുത്തൊരു വിജയായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ക്രൗഡ് പുള്ളറായിട്ട് എല്ലാവരും തന്നെ കാണുന്നത് ശിവകാർത്തികേയനെയാണ്. ബാക്കിയുള്ള ആക്ടേഴ്സിനൊന്നും ആ ക്രൗഡ് പുള്ളിങ് പവർ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവർക്കെല്ലാം ഉണ്ട്. പക്ഷേ ഒരു സ്റ്റാർ മെറ്റീരിയൽ, ഒരു സ്റ്റാർ പവർ, ഒരു ക്രൗഡ് പുള്ളർ, അല്ലെങ്കിൽ ഒരു ആൾക്കാർ കാണാൻ അവൻ്റെ സിനിമ കാണാൻ പോകണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് സിമ്പിൾ കാര്യമല്ല. അത് അടുത്തതായിട്ട് വരാൻ പോകുന്ന ഐ തിങ്ക് ശിവകാർത്തികേയനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനൊരു റെഫറൻസും കാര്യങ്ങളും വെച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഇതിന് എതിരഭിപ്രായം എന്തായാലും ഉണ്ടായിരിക്കും. അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പറയാം കമൻറ്റ് ബോക്സിൽ, എനിക്കതിന് കുഴപ്പമില്ല. പക്ഷേ ഇതാണ് ട്രൂത്ത്. അപ്പം അതിനെയാണ് അങ്ങനെ രീതിയിൽ ഇതിനെ മെൻഷൻ ചെയ്തും കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ഫെയർവെല് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു റെഫറൻസുകൾ ഇതിന് മുമ്പ് ഒരു സിനിമയിൽ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ശിവകാർത്തികേയൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഒരു ഫെയർവെൽ ഒരു നടനും ചെയ്തിട്ടില്ല ഇന്ന് വരെ. ഐ തിങ്ക് ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും. അപ്പോൾ അങ്ങനെ ഒരു നടൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നും ഒരു ഈഗോലെസ് മൈൻഡ് ആണെന്നുള്ളതും നിങ്ങൾ തന്നെ തിരിച്ചറിയുക. അതാണ് തളപതി വിജയ്, എൻ്റെ അണ്ണൻ, അങ്ങനെ തന്നെ പറയാം. കാരണം അത്രയും വിശാല മനസ്കതയുള്ള ഒരു ആളാണ്. ഞാൻ അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ലെങ്ത് ആയി പോകും. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ട്രിബ്യൂട്ട് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ ട്രിബ്യൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ. അത് നിങ്ങൾ ഇഞ്ച് ബൈ ഇഞ്ച് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഏതൊക്കെ സിനിമയുടെ റെഫറൻസുകൾ വരുന്നുണ്ട്, എന്തൊക്കെ രസകരമായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ വരുന്നുണ്ട്. ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്നിലുള്ള ഫാനിനെ ഒരുപാട് സന്തോഷപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഒരു കോമൺ ഓഡിയൻസ്, ഒരു സിനിമ ലവർ എന്നുള്ള നിലയിൽ ഒരാൾ ഫെയർവെൽ പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം ഇത്രയും പേർക്ക് ട്രിബ്യൂട്ടും കൊടുത്ത് ഇത്രയും താങ്ക്സും പറഞ്ഞ് ഇത്രയും റെഫറൻസ് വിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ റെഫറൻസ് വിട്ട് കോരി തെരിപ്പിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഇനി പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് നമുക്ക് വരാം. പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തുടങ്ങുന്ന സമയത്ത് ഒരാൾ ഷൂട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS ഗാന്ധിയുടെ, പ്രായമായ വിജയുടെ ഫോട്ടോയിലേക്കാണ് വെടിവെക്കുന്നത്. ആ ഫോട്ടോ വന്നു. ആ ഫോട്ടോ നോക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവൻ ആയിട്ട് നമ്മൾ എത്ര നേരം കണ്ട ഇളയ തളപതി വിജയുടെ അതേ ലുക്കിലുള്ള ഒരാൾ. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, എടാ ഇവനെയല്ലേ കുറച്ച് മുമ്പ് കൊന്നത്, ഇവനെങ്ങനെ പിന്നെയും വന്നത്, ഇപ്പോൾ ഇവൻ വീണ്ടും ജീവിച്ചു വന്നോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. തൊട്ട് പുറകെ അതിൻ്റെ സൈഡിൽ കൂടി വേറൊരാൾ നടന്നു വരുന്നു. ആരാണത്? മറ്റൊരു വിജയ്, മീശ ഇല്ലാത്തൊരു വിജയ് വിത്ത് ഓറഞ്ച് ജാക്കറ്റ്. ശ്രദ്ധിക്കണം, ഓറഞ്ച് ജാക്കറ്റ്. ആ ജാക്കറ്റ് ഇട്ടുകൊണ്ട് ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് വരികയാണ്. അപ്പം അദ്ദേഹം വന്ന് പറയുന്നു, ഗുഡ് ടു ഗോ ജീവൻ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കിനെ ഇവൻ റിപ്ലൈ കൊടുക്കുന്നു, എപ്പോഴും സൊല്ല് സഞ്ജയ് എന്ന് പറയുന്നു. അപ്പം നമുക്ക് മനസ്സിലായി, കോട്ടിട്ട് വന്നവൻ്റെ പേര് സഞ്ജയ്, മറ്റവൻ്റെ പേര് ജീവൻ. അങ്ങനെ ജാക്കറ്റ് വിജയ് ഒരു ടണലിനകത്തൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫോഗൊക്കെ ആയിട്ട് അവിടെ കുറേ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയൊരു കൂടാരത്തിൽ ഒരു വിജയ് നിപ്പുണ്ട്. അപ്പം എന്താണെന്ന് നോക്കുമ്പോഴാണ് അവിടെ ക്ലോണിങ് ജീവൻ 3 എന്ന് എഴുതി കാണിക്കുന്നു. എന്ന് വെച്ചാൽ അടുത്ത ജീവനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ആ ചില്ലിനകത്തോട് നോക്കുമ്പോൾ പുതിയൊരു വിജയനെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ലാസ്റ്റ് വന്നിട്ട് പറയുന്നു, ഇത് രണ്ടാണ്, എന്നാൽ ഞാൻ പറയുന്നവരെ ഇതിനൊരു അവസാനം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഡയലോഗും പറഞ്ഞുകൊണ്ട് സിനിമ തീരുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കൊണ്ട് പറയാൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സിനിമ വെറും ഒരു മാസ് മസാല സിനിമയല്ല, ദിസ് ഈസ് ആൻ സ്കൈഫൈ മൂവി എന്നാണ് അവർ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം സിനിമയുടെ അവസാനം ഈ സാധനം ഇട്ടു എന്നുള്ളത് കൊണ്ട് ഇത് അവസാനവും അടുത്തൊരു പാർട്ടിൻ്റെ ലീഡും എന്നൊന്നും അല്ല ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഇത് സിനിമയുടെ തുടക്ക ഭാഗം എന്നായിട്ട് തന്നെ കൂട്ടുക. എന്ന് പറഞ്ഞാൽ രാജീവ് മേനോൻ കൊണ്ടുപോയ ജീവൻ എന്ന കുട്ടി മനസ്സ് മാറി രാജീവ് മേനോൻ്റെ കൂടെ ആവുകയും തുടർന്ന് രാജീവ് മേനോൻ ക്ലോണിങ്ങിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് കടന്ന് ഒരു ക്ലോണിങ് ഉണ്ടാക്കുന്നതിനെ പറ്റി അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി ഈ ജീവനെ കൊണ്ട് തന്നെ അവൻ്റെ ഒരു ക്ലോണിനെ ഉണ്ടാക്കിയെടുപ്പിച്ച്, ജീവനെ ഇപ്പം രാജീവ് മേനോൻ വിളിക്കുന്നത് സഞ്ജയ് എന്നാണ്. അപ്പം സഞ്ജയനെ കൊണ്ട് തന്നെ ഒരു ജീവൻ എന്ന് പറയുന്ന ഒരു വിജയനെ, പുതിയ ഇളയ തളപതി വിജയനെ ഉണ്ടാക്കിയെടുക്കുകയും അവനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കണ്ട മിഷൻ മുഴുവൻ പറഞ്ഞു വിടുന്നതും.
അപ്പം ആ ഒരു സീനാണ് ശരിക്കും ലാസ്റ്റിൽ പറഞ്ഞു വെക്കുന്നത്. നീ പൊക്കോ ജീവൻ എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ എപ്പോൾ പോകണം എന്ന് സഞ്ജയ് പറ എന്നാണ് അവൻ റിപ്ലൈയും കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒറിജിനലി നമ്മുടെ MS ഗാന്ധി എന്ന് പറയുന്ന പ്രായമായ വിജയുടെ മകൻ ശരിക്കും വില്ലൻ തന്നെയാണ്. ഒറിജിനൽ ഗാങ്സ്റ്റർ എന്നാണ്, OG ആണ് പുള്ളി. അപ്പം അദ്ദേഹം ഉണ്ടാക്കിയ ക്ലോണാണ് ഈ സിനിമ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഇളയ ദളപതി. അവനാണ് ഈ കണ്ട പ്രശ്നങ്ങളും കാര്യങ്ങളും ഇത്ര ആൾക്കാരെയും കൊല്ലുന്നതും ലാസ്റ്റ് വിജയ് വെടിവെച്ച് കൊല്ലുന്നതും ഇവനെയാണ്. പക്ഷെ അതുവരെയും വിജയ്ക്ക് അറിയില്ല ഇത് ക്ലോണാണെന്നുള്ളത്. സ്വന്തം മകനെയാണ് കൊന്നതെന്നുള്ളൊരു വിചാരത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പം ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ നമുക്ക് മുറിച്ച് രണ്ടാക്കാൻ സാധിക്കും, വേണമെങ്കിൽ രണ്ടാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കാണിക്കുന്ന ഇവരെ രണ്ടുപേരും കാണിക്കുന്ന ഗുഡ് ടു ഗോ ജീവൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളെല്ലാം ഈ സിനിമയുടെ തുടക്കവും അതിനുശേഷം ഒരു ലാബിലേക്ക് നടന്നു പോകുന്ന സീനിൽ പോയതിന് ശേഷം ഗെയിം ഓവർ ആയിട്ടില്ല ഇനിയും ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നവരെ ഗെയിം അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പം അത് ഫ്യൂച്ചറിലേക്ക് ആവാം എന്നുള്ള രീതിയിലും നമുക്ക് വേണമെങ്കിൽ വെക്കാം. ആ ഒരു സാധനമാണ് വിജയ് ഇനി രാഷ്ട്രീയത്തിൽ വന്നാലും സിനിമയിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ഡയലോഗായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പം അതിലോട്ട് കിടക്കണ്ട, ഇപ്പം ഇതിലോട്ട് വരാം. അപ്പം ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറയും നീ ഇത് ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമല്ലേ, നീ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഈ രാജീവ് മേനോൻ നമ്മുടെ ഇളയ ദളപതിനെ ജീവനെ ഫോൺ വിളിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ഈ രാജീവ് മേനോന്റെ ഇൻട്രോ തന്നെ ഈ ടണലിലൂടെ തന്നെയായിരുന്നു. ആ ടണലിലൂടെ നടന്നു വരുന്ന സീനാണ് കാണിക്കുന്നത്. ആ രാജീവ് മേനോനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ രാജീവ് മേനോന്റെ ബാക്കിലൂടെ ഈ ജീവൻ ഒരു പാസിങ് നടത്തുന്നുണ്ട് വിത്ത് ദിസ് ഓറഞ്ച് ജാക്കറ്റ്. എന്ന് വെച്ചാൽ പുള്ളി അവിടെ തന്നെ ഉണ്ട്, ഒറിജിനൽ OG അവിടെ തന്നെ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഈ ക്ലോണിനെയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. സാധാരണ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ സിനിമ തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് ഫിക്ഷൻ ആണ്, അല്ലെ ഇത് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നാൽ ഈ സിനിമ അത്രയും നേരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതൊരു യൂഷ്വൽ പടമല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വെങ്കട്ട് പ്രഭു ഇട്ട് തരുന്നത്. ഇത് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ഒരു യൂഷ്വൽ പടമല്ല, ഇത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയായിരുന്നു എന്നുള്ളത്. അപ്പം അതാണ് ഒരു ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. രണ്ടാമത് ഈ സിനിമ കാണണമെന്നും ആദ്യത്തെ സമയത്ത് കണ്ടപ്പോൾ തന്നെ ചെറിയൊരു കൺഫ്യൂഷൻ ആയിട്ട് അടിച്ചു തന്നു. പക്ഷെ രണ്ടാമത് റീവിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയത്. ഗംഭീരമായിട്ട് ഇതിനെ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഗംഭീരമായിട്ട് ഇതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ത്രില്ലിംഗ് ആയിട്ട് തന്നെ ശരിക്കും ഇത് വന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ജയറാം ഒരു ഡേറ്റ ഒളിപ്പിച്ചിരുന്നു, അതെന്തോ പറയാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത്. ശരിക്കും ജയറാമേട്ടൻ അന്ന് ആ സമയത്ത് വിജയോട് പറയാൻ ശ്രമിച്ചിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് മകനാണ് വില്ലൻ എന്നല്ല. അതുകൊണ്ട് രാജീവ് മേനോൻ ജീവനോടുണ്ടെന്നുള്ള ഒരു സത്യവും, അതുപോലെ തന്നെ രാജീവ് മേനോൻ ഇതുപോലെ ക്ലോണിങ് പരിപാടി ചെയ്ത് അതിനൊരു ക്ലോണാണ് ഇവിടെ കൊണ്ടുവിട്ടിരിക്കുന്നത്, നിന്റെ മകൻ ഒറിജിനൽ അല്ല, ഒരു ക്ലോൺ ആണെന്നുള്ള കാര്യം കൂടിയാണ് പറയാൻ പോയത്. ഇനി അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇളയ ദളപതി വിജയ് എന്തുകൊണ്ട് സൗണ്ട് മോഡുലേഷൻ, എന്തുകൊണ്ട് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ക്ലോണ് ഉണ്ടായി എടുക്കുന്നത് കുഞ്ഞു മുതലല്ല ഇതിനകത്ത് ഉണ്ടായി വരുന്നത്, ഇത് വലിയ ഒരു പയ്യനായിട്ട് തന്നെയാണ് ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിയും കാര്യങ്ങളും എല്ലാം അത്രയും കുറവാണ്. ഒരു കുട്ടിയുടെ മൈൻഡ് ആയിരിക്കും എപ്പോഴും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇളയ ദളപതി അതിൻ്റെ അകത്ത് ഈ സെക്കൻഡ് ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഒന്നും കൂടി കണ്ടു നോക്കുക. ഒരു കുട്ടിത്തം നിറഞ്ഞ രീതിയിലാണ് പല സീനുകളിലും ചെയ്തിരിക്കുന്നത്. അച്ഛനോട് സംസാരിക്കുമ്പം ഇങ്ങനെ ചാടി ഒരു കൊഞ്ചിക്കുഴഞ്ഞുള്ള രീതിയിലും, അതുപോലെ തന്നെ കാമുകിനെ കൊല്ലുന്ന ഒരു സീനിലാണെങ്കിലും, കാരണം അവന് ഇമോഷണലി ആരുമായിട്ടൊരു കണക്ഷൻ ഇല്ല. സ്വന്തം അച്ഛൻ എന്ന് പറയുന്ന രാജീവ് മേനോനെ ഒരു ഇഷ്ടമുണ്ട്, അതൊരു ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇഷ്ടമാണ്. അതിനുശേഷം ഈ വിജയനെ കാണുന്ന സമയത്ത് ഒരു ഇമോഷൻസോ കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആകുന്നില്ല. സ്നേഹനെ കാണുമ്പോൾ ഒന്നും ആകുന്നില്ല, പെങ്ങളെ കാണുമ്പോൾ ഒന്നും ആകുന്നില്ല, ഫ്രണ്ട്സിനെ കാണുമ്പോൾ ആകുന്നില്ല, പ്രണയിക്കുന്ന പെണ്ണിനെ കാണുമ്പോൾ ഒന്നും ആകുന്നില്ല. പക്ഷെ പ്രണയിക്കുന്ന പെണ്ണുമായിട്ട് കുറച്ച് നാൾ ചുറ്റിത്തിരിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടിയോട് ചെറിയൊരു പ്രണയം തോന്നിയിരുന്നു. പക്ഷെ ഇവൻ സിറ്റുവേഷൻ കാരണം ഈ പെണ്ണിനെ കൊല്ലേണ്ട വരികയാണ്. ആ കൊല്ലുന്ന സമയത്ത് പോലും ഇവൻ കരഞ്ഞുകൊണ്ടാണ് ഈ പെണ്ണിനെ കൊല്ലുന്നത്. ആ സീൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കരഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിത്തം നിറഞ്ഞ രീതിയിലാണ് ഓട്ടവും ചാട്ടവും പോകുന്നതും വരുന്നതും ഒക്കെ കാണിക്കുന്നത്. കാരണം ഒരു ഡ്രസ്സ് പിടിക്കുന്ന രീതിയാണെങ്കിൽ, അതുപോലെ തന്നെ മാറ്റാന്ന് പറയുന്ന പാട്ടിൻ്റെ അവസാനം അവൻ്റെ ഒരു മാമനെയാണ് ഇവൻ കുത്തിക്കൊല്ലുന്നത്. അപ്പോൾ ആ കൊല്ലുന്ന സമയത്തോളം പുള്ളിക്ക് ഒരു റിഗ്രഷനും ഇല്ല, കാരണം പുള്ളിയായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല ഈ പുള്ളിക്ക്. കാരണം ഇവൻ ഉണ്ടായിട്ട് 1-2 ദിവസം ആയതുള്ളൂ, ബാക്കി ഫീഡിങ് ആണെന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പം
അവനെ കൊന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയത്തില്ല. പുള്ളി കൊന്നു, സാരമില്ല എന്ന് പറഞ്ഞതിന് ശേഷം പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട് ബനിയനൊക്കെ പിടിച്ച് വലിക്കുന്നത്. അതൊരു കുട്ടിത്തം നിറഞ്ഞൊരു ആറ്റിറ്റ്യൂഡാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഇത്രയും കുട്ടിത്തം നിറഞ്ഞൊരു മനസ്സാണ്. അത് വളരെ മികച്ച രീതിയിൽ തളപതി വിജയ് അതിനെ ഹാൻഡിൽ ചെയ്തു. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ടും ചെയ്തു. ഇത് റീവിസിറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു അത്ഭുതം, ഈ സിനിമയുടെ പുറകിൽ ഇത്രയും ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഇനിയും ഒരുപാട് ഡീറ്റെയിലിംഗ് ചിലപ്പോൾ കിട്ടിയേക്കാം ഇതിന്റെ OTT റിലീസിന് ശേഷം. എനിക്കറിയില്ല. എന്തായാലും എനിക്ക് രണ്ടാമത് വാച്ച് ചെയ്തപ്പം മനസ്സിൽ ഇങ്ങനെ വന്നെന്ന് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് തന്നെ. വീഡിയോ ഒരുപാട് ലെങ്ത് ആയെന്ന് എനിക്കുള്ള കാര്യം അറിയാം. ഇത്ര നേരം ക്ഷമിച്ച് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. താല്പര്യമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ പറയാനില്ല. റീവിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യം കണ്ട സിനിമയല്ല നിങ്ങൾ കാണാൻ പോകുന്ന രണ്ടാമത്. അതൊരു പുതിയൊരു അനുഭവമായിരിക്കും. കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ ഒരു ഗംഭീര അനുഭവമായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കുറച്ചും കൂടി സബ്സ്ക്രിപ്ഷൻ എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ആണെങ്കിൽ സന്തോഷമായിരിക്കാം. ഇതുവരെ നമ്മുടെ ഒന്നും ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അതും ആവത്തുള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.